നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണംകുന്ന് തടയണയ്ക്കു സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര അച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയെ കേരള സമൂഹം ചെറുക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. കുളപ്പുള്ളിയിൽ സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സമാപന സമ്മേളനം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂക്കൃഷിക്ക് തുടക്കം. 1,00,000 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂക്കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും. വാർത്തകൾ വിശദമായി. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം ദേശമംഗലം ചെങ്ങണംകുന്ന് തടയണയ്ക്കു സമീപം കണ്ടെത്തി. ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ 77 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വയോധികനായ ഉണ്ണികൃഷ്ണൻ ശനിയാഴ്ച വൈകിട്ട് കൊച്ചി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇക്കാര്യം ചെറുതുരുത്തി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്താനായത്. ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ് മരിച്ച ഉണ്ണികൃഷ്ണൻ. ഭാര്യ മരിച്ചതോടെ ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പമായിരുന്നു താമസം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണ്. അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം നീന്തൽ വിദഗ്ധൻ നിഷാദ് വരവൂരും സ്കൂബ ടീം അംഗങ്ങളും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ദേശമംഗലം ചെങ്ങണാംകുന്ന് തടയണയ്ക്ക് സമീപം 3-ാം ദിനം കണ്ടെത്താനായത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സഹകരണ പ്രസ്ഥാനത്തിനെതിരായ ഗൂഢാലോചനയെ കേരള സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കേണ്ട കാലമാണിതെന്നും മന്ത്രി പറഞ്ഞു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സഹകരണ മേഖല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന ഒരു മേഖലയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പ്രത്യേകത സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായി സഹകരണ പ്രസ്ഥാനം മാറുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഒരു നാണയ സംഘമായി തുടങ്ങിയിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഇന്ന് രാജ്യത്ത് തന്നെയുള്ള ദേശാന്തര ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനവും നൽകുന്ന രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി K. വിനോദ് മേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. വജ്രജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ഷൊർണൂർ SCB പ്രസിഡന്റ് P. നാരായണൻ മാസ്റ്റർ, ബാങ്ക് മുൻ പ്രസിഡന്റ് N. ജയപാൽ, KT ജോർജ്, വിജയപ്രകാശ് ശങ്കർ, KC സോമൻ, C. രുക്മിണി ടീച്ചർ, P. താഹിർ, CP ജയൻ, T. നാരായണൻകുട്ടി, P. അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ K. കരുണാകരൻ സാംസ്കാരിക നിലയം വായനശാലയിൽ വായനാ പക്ഷാചരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ NS ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും വലിയ കുഴപ്പമില്ലാതെ ഫുൾ A+ കിട്ടിയവരുണ്ട്, അല്ലെങ്കിൽ A+ കുറഞ്ഞവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പുസ്തകത്തിനപ്പുറത്തേക്ക് എത്ര വായിച്ചു എന്നത് കൂടി നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലത്ത് പരിഗണിക്കുന്നത്. കാരണം നിങ്ങൾ വിഷയം പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ
ലോകത്തെ അറിയുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജീവിതങ്ങളെ അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നാണ്. കാരണം നമ്മൾ വായിക്കുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ വായിക്കുന്നു, ഒരു പുസ്തകം വായിക്കുന്നു, ഒരു കഥ വായിക്കുന്നു, ഒരു നോവൽ വായിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ വെറുതെ സമയം കളയലാണോ? ചടങ്ങിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ SSLC +2 ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് M സുരേഷ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം V രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കലും അനുമോദനവും സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ചേംബറിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ മക്കളായ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും 70 വയസ്സ് കഴിഞ്ഞ വ്യാപാരികളെയുമാണ് ആദരിച്ചത്. ചേംബർ ഹൗസിൽ നടന്ന പരിപാടിയിൽ മുൻ പ്രസിഡന്റ് KP കമാൽ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഒരുപാട് പേരെ ഈ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള ഈ സംഘടന കുറച്ചുപേർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും 70 പിന്നിട്ട വ്യാപാരികളെ ആദരിക്കുന്ന ഒരു നല്ലൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ. പിന്നെ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2000 ആരംഭിച്ച തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് KC സുധാകരൻ, G സൈമൺ, നാരായണൻ, വിനോദ്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി KP കമാലിനെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര നന്ദഗോകുലം കൂട്ടായ്മ 2ാം വാർഷികം ആഘോഷിച്ചു. ഭഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിലും മറ്റു വേദികളിലും സൗജന്യമായി ലളിതാ സഹസ്രനാമവും മറ്റ് ഭക്തിഗാനങ്ങളും ആലപിക്കുന്ന കൂട്ടായ്മയാണ് നന്ദഗോകുലം. മുള്ളൂർക്കര പഞ്ചായത്തിലെ 4ാം വാർഡിലായിരുന്നു കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം. ഭാഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഈ ബ്രഹ്മാണ്ഡം, ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെയാണ്. ആനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന നിർഗുണ ഭാവത്തിലുള്ള പൂജയാണ് ശിവലിംഗത്തിന്. മാത്രമല്ല, എത്രയോ ന്യൂക്ലിയർ റിയാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ മുഴുവൻ ശിവലിംഗത്തിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന, എനർജിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് ശിവലിംഗം എന്നുള്ളത്. അതുകൊണ്ടാണ് ശിവലിംഗ ആകൃതിയിൽ നിർഗുണ നിരാകാരമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഋഷിമാർ അങ്ങനെ ഒരു രൂപത്തെ തെരഞ്ഞെടുത്തത് എന്ന് പറയുണ്ടായി. നന്ദഗോകുലം കൂട്ടായ്മ പ്രസിഡന്റ് സന്ധ്യ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഇരുന്നലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകഥാകൃത്ത് കുമ്പളങ്ങാട് ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് മായാദാസ്, അശോകൻ, രാമചന്ദ്രൻ, ദേവിയമ്മ എന്നിവർ സംസാരിച്ചു. പുഷ്പ രാമചന്ദ്രൻ സ്വാഗതവും സുമതി ഗിരിജൻ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വയോധികരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ UPI മൊബൈൽ ബാങ്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് സംവിധാനങ്ങൾ തുടങ്ങി. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. ആ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, അതുപോലെ തന്നെ പൊതുജന ആവശ്യങ്ങൾ നിർവഹിക്കാൻ വ്യാപാര വാണിജ്യ മേഖലയിൽ ഉൾപ്പെടെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് വളർന്ന് വലുതായ ഒരു സഹകരണ അർബൻ ബാങ്കാണിതെന്ന്. ഏത് ഒരു പ്രസ്ഥാനവും ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് തുടർന്നാണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ കയറ്റങ്ങളുണ്ടാവും, ഇറക്കങ്ങളുണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണെന്നർത്ഥം. പ്രസ്ഥാനം ആരംഭിച്ച് അതൊരു ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒട്ടേറെ ബാലാരി. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാനേജർ VR ബിന്ദു സ്വാഗതം പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MS അശോകൻ പദ്ധതി വിശദീകരിച്ചു.
UPI സംവിധാനം നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യ അർബൻ ബാങ്ക് എന്ന ഖ്യാതിയോടുകൂടി സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് എന്ന ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. ആദ്യ UPI പണമിടപാട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുധേഷിന് നൽകി ഉദ്ഘാടനം ചെയ്തു. QR കോഡുകളുടെ വിതരണം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. കൗൺസിലർ ശ്രീകല രാജൻ, ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ബാങ്ക് മുൻ ചെയർമാൻ ES കൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI നേതാവ് KC സോമൻ, BJP നേതാവ് MP സതീഷ് കുമാർ, മുസ്ലിം ലീഗ് നേതാവ് താഹിർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുധേഷ്, ഫാദർ ഷിനു അബ്രഹാം എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ PP വിജയൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. ഓണത്തെ വരവേൽക്കാൻ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 25,000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി. ചെണ്ടുമല്ലി തൈകൾക്കൊപ്പം പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. ചെണ്ടുമല്ലിക്ക് പുറമെ പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെയും കൃഷി കുന്നപ്പള്ളി വാർഡിലെ കൃഷിയിടത്തിൽ ആരംഭിച്ചു. കൃഷിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. ഇത്തവണത്തെ ഓണവിപണി മേലൂർ ചെണ്ടുമല്ലിയും പച്ചക്കറികളും കൊണ്ട് കീഴടക്കാൻ ഒരുങ്ങിത്തന്നെയാണ് മേലൂർ പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്രാളിക്കാവ് പൂരത്തിനുള്ള ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം. എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് പ്രമേയത്തിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചത്. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുമുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തിന്റെ 2025 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ പ്രസിഡന്റായി TP ഗിരീശനെയും ജനറൽ സെക്രട്ടറിയായി PR സുരേഷ് കുമാറിനെയും ട്രഷററായി MP പ്രമോദ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു. പ്രമേയം ദേവസ്വം, ടൂറിസം വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവരുടെ വലിയൊരു കൂട്ടായ്മയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടത്. ഇവിടെ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും തർക്കിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് ഒന്നായി പോകാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇത് സ്വീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ലിന്റെ ഉത്പാദന ബോണസ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. ഓരോ വർഷവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വെട്ടിക്കുറച്ച് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജും ജില്ലാ സെക്രട്ടറി PV പങ്കജാക്ഷൻ എന്നിവരും പറഞ്ഞു. 2020-21 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ നെല്ല് കിലോയ്ക്ക് ഉൽപാദന ബോണസായി 8.80 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പിന്നീടുള്ള ഓരോ വർഷവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചില്ലെന്നു മാത്രമല്ല, കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച തുക പോലും കർഷകർക്ക് നൽകാതെ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഈ സാമ്പത്തിക വർഷവും കേന്ദ്ര സർക്കാർ 1.17 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ താങ്ങുവില ഉയർത്തുന്ന വിഷയത്തിൽ മൗനത്തിലാണെന്നും അതിനും പുറമെ കഴിഞ്ഞ ഒന്നാം വിളയുടെയും രണ്ടാം വിളയുടെയും നെല്ല് കൊടുത്ത പണം ലഭിച്ചിട്ടില്ലെന്നും കർഷകർ മഹാദുരിതത്തിലാണെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജ്യം വ്യക്തമാക്കി. ഇത്തവണത്തെ ഒന്നാം വിളയിറക്കാൻ സാമ്പത്തിക ചെലവിന് വഴി കാണാതെ മിക്ക കർഷകരും കൃഷി ഉപേക്ഷിക്കാനുള്ള അവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്നതിനനുസരിച്ച് ആനുപാതികമായ ഒരു കുറവാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്നത്. ഉൽപാദന ബോണസ് എന്നുള്ള നിലയിൽ 2021 കാലഘട്ടത്തിൽ 8 രൂപ 80 പൈസ വർദ്ധിപ്പിച്ചതിന് ശേഷം വീണ്ടും ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിശ്ചിത സംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിപ്പിക്കുന്ന സംഖ്യ കർഷകന് കൊടുക്കാതെ ഗവൺമെന്റ് കർഷകനെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഈ സാമ്പത്തിക വർഷവും ഏറെക്കുറെ 1 രൂപ 17 പൈസ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചപ്പോൾ ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇന്നുവരെ മിണ്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. FNPO ഒറ്റപ്പാലം ഡിവിഷൻ യാത്രയയപ്പ് സമ്മേളനം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് ഫെഡറേഷൻ ഓഫ് നാഷണൽ ഓർഗനൈസേഷൻ ഒറ്റപ്പാലം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്.
INTUC സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായ സമരങ്ങൾ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതിൽ പങ്കെടുത്ത ആളുകളാണ്. അതിന് INTUC ആണ് അന്നും ഇന്നും നേതൃത്വം നൽകിയത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ പോലും ജീവനക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് INTUC. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഭരണം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് INTUC. അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും അംഗസംഖ്യകളുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമായി INTUC മാറാൻ കാരണം. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് അധ്യക്ഷനായി. NUGDS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ തപാൽ വകുപ്പും ആധുനികവൽക്കരണവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ ഡിവിഷൻ സെക്രട്ടറി ഹനീഫ വിരമിച്ചവരെ ആദരിച്ചു. അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി സുരേന്ദ്രദാസ് പ്രമോഷൻ പരീക്ഷ പാസ്സായവരെ ആദരിച്ചു. NV വിനോദ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. K ബാൽദേവ്, സുഭാഷ്, K മെഹബൂബ്, PV മുത്തു, ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണംകുന്ന് തടയണയ്ക്കു സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര അച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയെ കേരള സമൂഹം ചെറുക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. കുളപ്പുള്ളിയിൽ സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സമാപന സമ്മേളനം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂക്കൃഷിക്ക് തുടക്കം. 1,00,000 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂക്കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.